ദൈവവേല ചെയ്യാനും അതോടൊപ്പം യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആരാധനാലയങ്ങൾക്ക് ഈ ദേശത്ത് തുടക്കം കുറിക്കാനും സഭാമക്കളെ ഏകോപിപ്പിക്കാനും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വൈദികൻ വാട്ടർഫ്ലഡ് സെന്റ് മേരീസ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ഇടവകാംഗവും വികാരിയുമായ റെവറൻഡ് ഫാദർ ഡോക്ടർ ജോബി മോസ്കറിയ. Even though we are well aware of your excellencies, I am deeply honored to recall everything about you with great pride. He presently works as an adjunct lecturer in St. Patrick's College, Maynooth, Ireland. He took his doctorate in philosophy from Dublin City University in 2020. I welcome you, Father, to this joyous occasion to deliver the presidential address. ദൈവതിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. എത്രയും ആദരണീയനായ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട ജീവനുള്ള അച്ഛൻ, നമ്മുടെ ഇടവകാംഗമായ ബഹുമാനപ്പെട്ട ബിബിൻ ബാബു അച്ഛൻ, ഇടവകയുടെ ഭക്തസംഘടന പ്രതിനിധികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം തന്നെ കൾച്ചറൽ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട സ്വാഗത പ്രസംഗകൻ, നമ്മുടെ ഇടവകയുടെ അഭിമാനമായ പ്രിയപ്പെട്ട സിജി ഓർമ്മിച്ചതുപോലെ നൊവേൽ എന്ന വാക്ക് ക്രിസ്തുമസ് കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ലാറ്റിനിൽ നിന്ന് കടമെടുക്കപ്പെട്ട ഒരു പദമാണ്. ക്രിസ്തുമസ് കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ പള്ളികളെ ഭക്തിസാന്ദ്രമാക്കുകയും നമ്മുടെ തെരുവോരങ്ങളെ നിറയ്ക്കുകയും നമ്മുടെ ഷോപ്പിംഗ് മോളുകളെ ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കർത്താവ് യേശുതമ്പുരാന്റെ തിരുജനനത്തിൻ്റെ ഓർമ്മ ഈ നാടുകളിൽ നമ്മളെ ഓർക്കുവാൻ ഇതുപോലുള്ള സംഭവങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ സഹായിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ക്രിസ്തുമസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുകരിക്കാൻ കൂടെയുള്ള ഒരവസരമാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ക്രിസ്മസ് കാലയളവിൽ ഒരു 48 മണിക്കൂറിൻ്റെ ഇടവേളയ്ക്കുള്ളിൽ RT റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 820 കുട്ടികൾ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ അവരുടെ അവലാതികളും പരാതികളും അവരെ ആരും ശ്രദ്ധിക്കാനില്ലെന്നതൊക്കെ പറഞ്ഞ് വിളിക്കുകയുണ്ടായി. അതുകൂടാതെ ഈ ക്രിസ്മസ് കാലയളവിലെ മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 15,000-ലേറെ ഭവനരഹിതരായ ആളുകൾ, അതിൽ തന്നെ 5,000-ഓട് അടുത്ത കുട്ടികൾ ഭവനരഹിതരായിട്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടിവരവുകൾ നല്ലതാകുമ്പോൾ തന്നെ അതിനോടൊപ്പം അതിന് ചേർന്ന് തന്നെ ഈ അവശത അനുഭവിക്കുന്ന, ആരും കാണുവാൻ ഇല്ലാത്ത, ചിലപ്പോഴൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന ആളുകളെ കൂടി നമ്മുടെ ക്രിസ്തുമസ് ശുശ്രൂഷയിലേക്കൊക്കെ ഓർക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വലിയ ദിനങ്ങൾ ചെറിയ ദിനങ്ങളായി പോകുന്ന, വലിയ ദിനങ്ങൾ ഇല്ലാതെ പോകുന്ന ആളുകളെ കൂടി അനുസ്മരിക്കുന്ന, തിരിച്ചറിയുന്ന ഒരാളായിരുന്നു കർത്താവ്. ആ കർത്താവ് ക്രിസ്തുമസിന്റെ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന ചിന്ത എന്ന് പറയുന്നത് we are here as ambassadors of Jesus. ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായിട്ട് ഈ ലോകത്തിലായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. സോ ഈ ഒരു ആഘോഷം അക്കാര്യം കൂടിയൊക്കെ നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ആദ്യമായിട്ട് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ബാബു അച്ഛനെ അനുസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ, ജിനോ ജോസഫ് അച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് പുതിയ മഠത്തിൽ അച്ഛൻ തുടങ്ങി ഒരു വലിയ ശ്രേഷ്ഠരായ വൈദിക ഗണങ്ങൾ ഈ ദൈവാലയത്തിന് നൽകിയിട്ടുള്ള ശുശ്രൂഷയും നേതൃത്വവും ഓർക്കുകയാണ് ചെയ്യുന്നത്. അവരുടെയൊക്കെ വളരെ അനുഗ്രഹീതമായ നേതൃത്വത്തിൽ ഈ ഇടവക ഈ ദേശത്ത് ഏറ്റവും അനുഗ്രഹപ്രദമായി നിലകൊണ്ടു എന്നുള്ളത്
പ്രിയപ്പെട്ട ഗ്രേസ് ഓർപ്പിച്ചപ്പോൾ 2009 ഈ ദേശത്ത് ആദ്യമായിട്ട് മലയാളി അസോസിയേഷനുകൾക്കൊക്കെ അപ്പുറത്ത് എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് നമ്മൾ ഒരു ക്രിസ്മസ് ആഘോഷമായിട്ട് പുതുവത്സര ആഘോഷമായിട്ട് നോവൽ ആരംഭിച്ചു. കാലത്തിന്റെ കടന്നുപോക്കിൽ പലപ്പോഴും നമ്മുടെ ഗതിവിഗതികളൊക്കെ മാറ്റി ചിന്തിക്കേണ്ടി വരുമ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റി ഈ നോയൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുമ്പോൾ ചെറുതും വലുതുമായിട്ട് ധാരാളം കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് പ്രിയപ്പെട്ട തമ്പി തോമസും അലക്സും, അതോടൊപ്പം തന്നെ കൾച്ചറൽ പ്രോഗ്രാം കമ്മിറ്റി, പള്ളിയുടെ ഭാരവാഹികള്, മാതാപിതാക്കള്, ഭക്തസംഘടനാ പ്രവർത്തകര് എല്ലാവരും ചേർന്ന് ദീർഘനാളത്തെ തരം കഷ്ടതകളുടെ അറേഞ്ച്മെന്റ്സിന്റെ ഫലമാണ് ഇന്നത്തെ ഈ ചുരുങ്ങിയ മണിക്കൂറുകളിലെ പ്രോഗ്രാം. ആദ്യം തന്നെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവരെയും എത്രത്തോളം അനുമോദിച്ചാലും മതിയാകില്ലെന്ന് ഓർമ്മിക്കട്ടെ. അതോടൊപ്പം ഈ പ്രോഗ്രാം ഏറ്റവും മനോഹരമായിട്ട് ആങ്കർ ചെയ്യുന്ന ആങ്കേഴ്സ്, ഇത് കടന്നു വന്ന് സ്വന്തം കുടുംബത്തിലെ കാര്യമെന്ന പോലെ ഇടപെടുന്ന എല്ലാവരെയും പ്രിയമുള്ളവരെ ഓർക്കട്ടെ. അവസാനമായിട്ടല്ല, ആദ്യം തന്നെ ഓർപ്പിക്കേണ്ടതാണ്, ഈ ഒരു സമയത്ത് ദുഃഖത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമുണ്ട് നമ്മുടെ ഇടവകയിൽ. പ്രിയപ്പെട്ട ബേസിൽ രാജുവിന്റെ കുടുംബം. ആ കുടുംബത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു ദിവസം 3-4 പ്രാവശ്യം പള്ളിയുടെ ഭാരവാഹികളും വികാരിയായ ഞാനും ബേസിലിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ബേസിൽ ചെറുതും വലുതുമായ അപ്ഡേറ്റ്സ് നമ്മളെ അറിയിക്കുന്നുണ്ട്. ബേസിലിന് പൊതുയോഗം തീരുമാനിച്ചിട്ടുള്ള സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ആ കുടുംബത്തിന്റെ കണ്ണുനീരിൽ പങ്കുചേർന്നിട്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരുമ, നിങ്ങളുടെ കൂട്ടായ്മ ഈ ദേശത്ത് യഹോവയായ സുറിയാനി സഭയ്ക്ക് മുന്നോട്ട് പോകാൻ അനുഗ്രഹപ്രദമാകാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.